PSC ഡയറിയിലേക്ക് സ്വാഗതം. അടുത്ത ഘട്ടം LDC എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കറണ്ട് അഫയേഴ്സിന്റെ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് 2024, PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് 2023 എന്നീ പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ 2024 മെയ് 15 ഇറങ്ങിയ PSC ബുള്ളറ്റിലെ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ക്ലാസ്സുകളിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയ്ക്ക് ലഭിച്ചു. മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിന് ലഭിച്ചു. അപ്പോൾ ആട്ടം എന്ന സിനിമയുടെ സംവിധായകൻ ആനന്ദ് ഏകർഷി. ഇനി മറ്റു പുരസ്കാരങ്ങൾ നോക്കാം. ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ്. സിനിമ ആട്ടം. അപ്പോൾ എന്താണ്, കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച സിനിമ ആട്ടം ആണ് അല്ലെ. ഇനി മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി, ആട്ടം എന്ന സിനിമയുടെ സംവിധായകൻ. മികച്ച നടൻ ചോദിച്ചാൽ അത് ബിജു മേനോനും വിജയരാഘവനുമാണ് അല്ലെ. ബിജു മേനോൻ ഗരുഡൻ എന്ന സിനിമയിലെ അഭിനയത്തിന്, വിജയരാഘവന് പൂക്കാലം എന്ന സിനിമയിലെ അഭിനയത്തിനാണ്. അപ്പോൾ മികച്ച നടനായിട്ട് 2 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ബിജു മേനോനും വിജയരാഘവനും അല്ലെ. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം അല്ലെ. ചിത്രത്തിൽ ആനന്ദ് ഏകർഷി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ്. അപ്പൊ നോക്കാം അടുത്തത്. മികച്ച നടി ശിവതയാണ്. മികച്ച നടി ശിവത. ശിവതയുടെ ചിത്രം നിങ്ങൾക്ക് കാണാം. ഇതാണ് ശിവത എന്ന് പറയുന്നത് അല്ലെ. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ശിവതയാണ്. അതേപോലെ മികച്ച ഒരാൾ കൂടിയുണ്ട്, സറിൻ ഷിഹാബ്. ഈ സറിൻ ഷിഹാബ് ആണ് ഈ കാണുന്നത്. സറിൻ ഷിഹാബ് ആട്ടം എന്ന സിനിമയിലെ നായികയാണ്. ശിവത ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയിലെ നായികയാണ്. അപ്പോൾ നോക്കുക, മികച്ച നടൻ ആയിട്ട് 2 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് ബിജു മേനോനും 2 വിജയരാഘവനും. അതേപോലെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ശിവതയും സറിൻ ഷിഹാബുമാണ്. സറിൻ ഷിഹാബ്. അടുത്ത സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസനാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ക്രിട്ടിക്സ് അവാർഡ് അല്ലെ പുരസ്കാരം ലഭിച്ച ആരാണ്? ശ്രീനിവാസനാണ്. മികച്ച ബാലതാരമായിട്ട് നഫീസ് മുത്താലിയെയും ആവണി ആവൂസിനെയും തിരഞ്ഞെടുത്തു. നഫീസ് മുത്താലി ചാമ എന്ന സിനിമയിലെ അഭിനയത്തിനും ആവണി ആവൂസിനെ കുറിഞ്ഞി എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് തിരഞ്ഞെടുത്തത്. മികച്ച ഗാനരചയിതാവ് കെ ജയകുമാറാണ്. മികച്ച ഗാനരചയിതാവ് കെ ജയകുമാർ. അതുപോലെ സംഗീത സംവിധാനം അജയ് ജോസഫിനാണ് ലഭിച്ചത്. പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ, പിന്നണി ഗായിക മൃദുല വാര്യർ. അപ്പൊ ഇതാണ് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത്. 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം പിടിച്ചു. ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ എത്തുന്ന 3ാമത്തെ മലയാളിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം. സുനിൽ വത്സൻ, അത് 1983 ഏകദിന ലോകകപ്പിലാണ്. അതേപോലെ എസ് ശ്രീശാന്ത്, അത് 2007 2020 ലോകകപ്പില്, 2011 ഏകദിന ലോകകപ്പ്. ഈ 2 ലോകകപ്പിലും ശ്രീശാന്ത് ഉണ്ടായിരുന്നു അല്ലെ. ഇവരാണ് മറ്റു 2 പേര്. അപ്പോൾ ഒന്നുകൂടി പറയാം. 2020 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളിയായ സഞ്ജു സാംസൺ ഇടം പിടിച്ചു. ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ എത്തുന്ന 3ാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ. അപ്പൊ ബാക്കി 2 പേര് ആരൊക്കെയാണ്? അത് ഒരാൾ സുനിൽ വത്സനും മറ്റൊരാൾ ശ്രീശാന്തുമാണ്. സുനിൽ വത്സൻ 1983 ഏകദിന ലോകകപ്പിലും, അതേപോലെ ശ്രീശാന്ത് 2007 2020 ലോകകപ്പിലും 2011 ഏകദിന ലോകകപ്പിലുമാണ് പങ്കെടുത്തിട്ടുള്ളത്. SAT ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. SAT ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. ഗാസയിലെ യുദ്ധത്തിന്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയ മാധ്യമങ്ങൾക്ക് പുലിറ്റ്സർ സമ്മാനം ലഭിച്ചു. ന്യൂയോർക്ക് ടൈംസ്, ഏതൊക്കെയാണ്? ന്യൂയോർക്ക് ടൈംസ്, റോയിട്ടേഴ്സ് എന്നീ മാധ്യമങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത് അല്ലെ. അപ്പൊ എന്താണ് റീസൺ? ഗാസയിലെ യുദ്ധത്തിന്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയ മാധ്യമങ്ങളാണ് ന്യൂയോർക്ക് ടൈംസ്, റോയിട്ടേഴ്സ്. അതുകൊണ്ട് അവർക്ക് പുലിറ്റ്സർ സമ്മാനം ലഭിച്ചു. പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2024 ലോക പുസ്തക തലസ്ഥാനമായി ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തെ യുനെസ്കോ തിരഞ്ഞെടുത്തു. ഇതൊന്ന് നോട്ട് ചെയ്തോളുക. 2024 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്?
ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തെ യുനെസ്കോ തിരഞ്ഞെടുത്തു അല്ലെ. ഇപ്പോ പാരീസ് ഒളിമ്പിക്സ് നടക്കുകയാണ് ഫ്രാൻസിൽ അല്ലെ. അപ്പൊ അതുകൂടി ആലോചിച്ചോളൂ. അപ്പൊ ഫ്രാൻസിലെ പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നത് ആലോചിക്കുമ്പോൾ അല്ലെ, ഇവിടുന്ന് ഒളിമ്പിക്സ് കാണാൻ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഒളിമ്പിക്സ് മത്സരം നടക്കാത്ത സമയത്ത് പുസ്തകം അല്ലെ, ലോക പുസ്തകങ്ങൾ വായിക്കാനിരിക്കുന്നു എന്നൊക്കെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പൊ 2024 ലോക പുസ്തക തലസ്ഥാനമായി ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തെയാണ് യുനെസ്കോ തെരഞ്ഞെടുത്തത്. എസ്.കെ. പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരം KP രാമനുണ്ണിക്ക് ലഭിച്ചു. KP രാമനുണ്ണിക്ക് അല്ലെ. ഹൈന്ദവം എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. അപ്പൊ എന്താണ് എസ്.കെ. പൊറ്റക്കാട്ട് സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? KP രാമനുണ്ണി. ഏതാണ് കൃതി? ഹൈന്ദവം എന്ന കൃതിക്ക്. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറി R. രാമചന്ദ്രൻ നായർക്ക് ലഭിച്ചു അല്ലെ. സമ്മാനത്തുക നോക്കുക, 1,11,111 രൂപയാണ് അവാർഡായിട്ട് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നോക്കുക, വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? മുൻ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള R. രാമചന്ദ്രൻ നായരാണ് അല്ലെ. ഇതിന്റെ സമ്മാനത്തുക എത്രയാണ്? 1,11,111 രൂപയാണ്. ഈ സമ്മാനത്തുകയെ വേറെ എവിടെയോ നിങ്ങൾ കേട്ടിട്ടുണ്ട്, വേറെ ഏതോ ഒരു അവാർഡിൽ. ഏത് അവാർഡാണെന്ന് കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്തവർ കമന്റ് ചെയ്ത് അറിയിക്കുക. ജൂലൈയിൽ തുർക്കിയിൽ നടക്കുന്ന ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ മലയാളിയായ MS സാന്ദ്ര ഇടം നേടി. എന്താണ്? ജൂലൈയിൽ തുർക്കിയിൽ അല്ല, എവിടെയാണ്? തുർക്കിയിലാണ് നടക്കുന്ന ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ മലയാളിയായ MS സാന്ദ്ര ഇടം നേടി. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് നമ്മുടെ പാലക്കാട്. അപ്പൊ എന്താണ്? കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? അത് പാലക്കാട് ജില്ലയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം മുംബൈ സിറ്റിക്ക് ലഭിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ അല്ലെ, ISL സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം ലഭിച്ചത് മുംബൈ സിറ്റിക്കാണ്. ഫൈനലിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി അല്ലെ. ഫൈനലിൽ മുംബൈ സിറ്റി ആരെയാണ് പരാജയപ്പെടുത്തിയത്? മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചു. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചു അല്ലെ. സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു അല്ലെ. പ്രഭാവർമ്മയ്ക്ക്. അങ്ങനെയാണ് എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സരസ്വതി സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ്? അറിയാവുന്നവർ കമന്റ് ചെയ്ത് അറിയിക്കുക. സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പ്രഭാവർമ്മ. നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനൽ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി കാമി റിത ഷെർപ്പ 29ാം തവണയാണ് എവറസ്റ്റ് കീഴടക്കുന്നത് അല്ലെ. ഇദ്ദേഹത്തിന് ഇതൊരു ഹോബിയാണ് അല്ലെ. ചുമ്മാ 29 തവണയാണ് പുള്ളി അത് കീഴടക്കിയിട്ടുള്ളത് അല്ലെ. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തിയാണ് കാമി റിത ഷെർപ്പ. അദ്ദേഹത്തിന്റെ തന്നെ റെക്കോർഡാണ് അദ്ദേഹം തിരുത്തി കുറിച്ചത്. 29ാം തവണ. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാങ്കസന്തുറൈ തുറമുഖം. എന്താണ്? ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാങ്കസന്തുറൈ തുറമുഖം. 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകും. അപ്പോൾ 2025 ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതായിരിക്കും? ഏത് രാജ്യമായിരിക്കും? ഇന്ത്യയായിരിക്കും. അസമിലെ ഗുവാഹത്തിയിലാണ് മത്സരങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ എവിടെയാണ്? അസമിലെ ഗുവാഹത്തിയിൽ. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം അല്ലെ, ആളില്ലാ ബോംബർ വിമാനം FWD-200B എന്നാണ് അതിന്റെ പേര്. അപ്പൊ എന്താണ് നോക്കുക, രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനമാണ് FWD-200B എന്ന് പറയുന്നത് അല്ലെ. അടുത്തത് തൃശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി P. വിജയൻ IPS നിയമിതനായി. 4 പതിറ്റാണ്ടിലേറെ സിനിമ സീരിയൽ രംഗത്ത് തിളങ്ങി നിന്ന നടി കനകലത 63 വയസ്സ് അന്തരിച്ചു. 4 പതിറ്റാണ്ടിലേറെ സിനിമ സീരിയൽ രംഗത്ത് തിളങ്ങി നിന്ന നടി കനകലത അന്തരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ ഹരികുമാർ 70 വയസ്സ് അന്തരിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ സുഹൃതമാണ് ശ്രദ്ധേയ ചിത്രം. സുഹൃതം മമ്മൂട്ടിയുടെ ആ ഒരു സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ. പ്രശസ്ത സിനിമാ സംവിധായകൻ ഹരികുമാർ 70 വയസ്സ് അന്തരിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ സുഹൃതമാണ് ശ്രദ്ധേയ ചിത്രം. പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമായ സംഗീത് ശിവൻ
അന്തരിച്ചു. 1992 പുറത്തിറങ്ങിയ യോദ്ധയാണ് ശ്രദ്ധേയ ചിത്രം. എന്താണ്? പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹനുമായ സംഗീത് ശിവൻ 65 വയസ്സ് അന്തരിച്ചു. 1992 പുറത്തിറങ്ങിയ യോദ്ധയാണ് ശ്രദ്ധേയ ചിത്രം. യോദ്ധ ഇന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയാണല്ലേ യോദ്ധ. തൃശൂർ കോർപ്പറേഷന്റെ പ്രഥമ മേയറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ജോസ് കാട്ടൂക്കാരൻ അന്തരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ പ്രഥമ മേയറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ജോസ് കാട്ടൂക്കാരൻ അന്തരിച്ചു. മുൻകാല മലയാള സിനിമാ ഗാനരചയിതാവ് GK പള്ളത്ത്, P ഗോവിന്ദൻകുട്ടി എന്നാണ് പേര്, 82 വയസ്സ് അന്തരിച്ചു. മേള ആചാര്യൻ അരവിന്ദാക്ഷൻ മാരാർ 82 വയസ്സ് അന്തരിച്ചു. ടൈറ്റാനിക്, ലോർഡ് ഓഫ് ദ റിംഗ്സ് എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് നടൻ ബെർണാഡ് ഹിൽ അന്തരിച്ചു. ടൈറ്റാനിക്, ലോർഡ് ഓഫ് ദ റിംഗ്സ് എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് നടനാണ് ബെർണാഡ് ഹിൽ, 79 വയസ്സ് അന്തരിച്ചു. ആദ്യകാല നടി ബേബി ഗിരിജ 83 വയസ്സ് അന്തരിച്ചു. ആദ്യകാല നടി ബേബി ഗിരിജ 83 വയസ്സ് അന്തരിച്ചു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് സന്ദർശിച്ച ക്ലാസ്സുകൾ പരീക്ഷയ്ക്ക് മുൻപേ തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.